നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കണക്കും എന്നാൽ ഒരു മത്സര പരീക്ഷയിലെ കണക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. നമ്മൾ സ്കൂളിൽ എപ്പോഴും നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്താണ് നമ്മൾ ഒരു ഉത്തരത്തിലേക്ക് എത്തുക. അതായത് കുറേ സ്റ്റെപ്പ് എഴുതിയതിന് ശേഷം അവസാനം നമുക്ക് ഉത്തരം കിട്ടും. ഞാൻ ഈ മത്സര പരീക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് PSC, ബാങ്ക്, SSC, റെയിൽവേ, അതേപോലെ തന്നെ നിങ്ങൾ എഴുതുന്ന മറ്റ് എൻട്രൻസ് പരീക്ഷകളായിട്ടുള്ള മെഡിക്കൽ എൻട്രൻസ്, എഞ്ചിനീയറിംഗ് എൻട്രൻസ്, MBA, കാറ്റ്, മാറ്റ് തുടങ്ങിയ എന്ത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമും നിങ്ങൾക്ക് ഇതിന് ഉദാഹരണമായിട്ട് എടുക്കാം. അപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് വരുമ്പം അതിലെ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കണക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കണക്കിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ മനസ്സിലിരിക്കുന്നതെല്ലാം ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിൽ ഉത്തരം കിട്ടണം എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ X ആയിട്ട് എടുക്കുന്നു, അങ്ങനെ അവസാനം Xന് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് കുറേ സ്റ്റെപ്പുകൾ എഴുതി അവസാനത്തെ സ്റ്റെപ്പിൽ നമ്മൾ Xലേക്ക് വരുന്നു. അപ്പോൾ അവിടെ കുറേ സമയമെടുക്കും. മത്സര പരീക്ഷ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ മത്സരം, കോമ്പറ്റീഷൻ, അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഇതിനു വേണ്ടി നമ്മൾ എപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങണം? നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്കൊന്നും കൊച്ചിലെ ഇതൊന്നും പറഞ്ഞു തരാൻ ആളുകളില്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരു ജോലിയെ പറ്റി ചിന്തിക്കുന്നത് ഒരു 10-30 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 25 വയസ്സിന് ശേഷമൊക്കെയാണ് പലരും ഒരു ജോലിയെ പറ്റിയൊക്കെ കാര്യമായിട്ട് ചിന്തിച്ചു തുടങ്ങുക. എന്നാൽ നമ്മൾ കുറച്ച് നേരത്തെ ഇതിനു വേണ്ടി ശ്രമിച്ചാൽ, കൊച്ചിലെ മുതലേ ഇതിനെപ്പറ്റി ഒരു അവബോധം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവർക്ക് പിന്നീട് ഒരു കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ബാക്കപ്പ് അവർക്കുണ്ടെങ്കിൽ, മാത്സിനും റീസണിങ്ങിനും ഒക്കെ നല്ലൊരു ബാക്കപ്പ് അവർക്കുണ്ടെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള യാത്ര എളുപ്പമായിരിക്കും. സോ ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മളൊരു പുതിയ കോഴ്സ് തുടങ്ങുന്നുണ്ട്. അതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ലിറ്റിൽ മാത്സ്റ്റേഴ്സ് എന്നാണ്. അപ്പോൾ ആ ഒരു കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 30 മണിക്കൂർ പ്രോഗ്രാമാണ്. 30 ക്ലാസ്സുകളാണ് അതിലുള്ളത്. നിങ്ങൾക്ക് മാത്സിൻ്റെ ബേസ് മുതലുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു 30 മണിക്കൂർ പ്രോഗ്രാം. ഇത് ഞാൻ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഒരു കോഴ്സ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് അവർക്ക് ഇപ്പോഴും അവരുടെ വെക്കേഷനാണ്, അവർ കളിച്ച് നടക്കേണ്ട സമയമാണ്, അവർക്കൊരു ബേർഡൻ അല്ല ഞാൻ കൊടുക്കുന്നത്, അവർക്കൊരു അവയർനെസ് കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് മക്കളെ പരീക്ഷ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളിലൂടെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഭാവിയിൽ നിങ്ങൾക്ക് അതിൻ്റെ വലിയ ഒരു ഗുണമുണ്ടാകും, വലിയൊരു നേട്ടം ഭാവിയിൽ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ഇതിനകത്തിൽ കണക്ക് വിളിച്ചിരുത്തി പഠിപ്പിക്കുകയല്ല, സ്കൂളിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഇതിൽ പറഞ്ഞു കൊടുക്കുക. സ്കൂളിൽ അത് കൃത്യമായ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ സ്കൂളിൽ അവരെ പഠിപ്പിച്ചോളും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാം, എങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ പേനയും പേപ്പറും എടുക്കാതെ തന്നെ നിങ്ങളുടെ കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് എങ്ങനെ ആൻസറിലേക്ക് പോകാം തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു 30 ദിവസത്തെ പ്രോഗ്രാമാണിത്. സോ ഏപ്രിൽ 2-ാം തീയതി മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്. സോ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യും.